ഹലോ, വെൽക്കം ബാക്ക് ടു അമ്മി മലബാർ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള കേക്ക് വ്ലോഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് നമുക്ക് ബർത്ത്ഡേ പാർട്ടി ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വീഡിയോ കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം എഫേർട്ട് എടുത്തിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. മാത്രമല്ല, ഈ ഒരു വീഡിയോയിൽ ഞാൻ ബേക്കിംഗ് പ്രോഡക്ട്സ് മേടിക്കുന്ന ഷോപ്പ് കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അന്ന് ബേക്കിംഗ് തുടങ്ങാനായിട്ട് തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് നമുക്ക് വേറെയും ഓർഡേഴ്സ് ഉണ്ടായതിൻ്റെ പേരിൽ നമ്മൾ വളരെ ലേറ്റ് ആയിട്ടാണോ ബേക്കിംഗ് തന്നെ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ലിമിറ്റേഷനൊക്കെ ഉണ്ടാകും. കാരണം എല്ലാ വ്ലോഗിലും ഇൻക്ലൂഡ് ചെയ്യുന്ന പോലെ മുഴുവൻ കാര്യങ്ങളൊന്നും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ആദ്യം തന്നെ മൊത്തമായിട്ട് നമ്മുടെ കേക്ക് സ്പഞ്ച് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അന്ന് നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത് 3.5 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്ക്, പിന്നെ 6 കപ്പ് കേക്ക്സ്, 6 ഡോണറ്റ്സ്, 6 കേക്ക് പോപ്സ്, കേക്ക് സിക്കിൾസ്, ജാർ കേക്ക്സ്, പിന്നെ 2 kg വെയിറ്റ് വരുന്ന വേറൊരു റെഡ് വെൽവെറ്റ് വേറൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തന്നെയായിരുന്നു നമുക്ക് ഓർഡർ ഉണ്ടായിരുന്നത്. അത് ഫോട്ടോ പ്രിന്റ് കേക്ക് കൂടിയാണ്. അപ്പോൾ അങ്ങനെ സ്റ്റവ് ടോപ്പിലും അതുപോലെ തന്നെ ഓവനിലായിട്ട് എല്ലാം ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിൽ ഇരിക്കുന്ന ടിന്ന് 9 ഇഞ്ചും താഴെ ഇരിക്കുന്നത് 6 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് കൂടിയാണ്. പിന്നെ കപ്പ് കേക്ക്സിൻ്റെ മോൾഡും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കേക്ക്സും ബ്ലാക്ക് ഫോറസ്റ്റ് ആയതിൻ്റെ പേരിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ആയി എന്ന് തന്നെ പറയാം. കാരണം ഒറ്റ തവണ ഞാൻ ബാറ്റർ ഉണ്ടാക്കിയിട്ട് എല്ലാം ഒരുമിച്ച് അങ്ങ് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചു. ഇത് മാത്രമല്ല, പിന്നെയും നമ്മൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ വീണ്ടും നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ 2 ടയർ കേക്കിന് കുറച്ച് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ഇത് ചെയ്തെടുത്തത്. അപ്പോൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്ന് ഇപ്പോൾ ഈ ഒരു കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് റെഡി ആയതിന് ശേഷം അത് മാറ്റിയതിന് ശേഷം ചൂടൊക്കെ മാറിയിട്ട് വീണ്ടും ടിന്ന് ഗ്രീസ് ചെയ്തിട്ട് വീണ്ടും അതിൽ ഒഴിച്ചിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ബേക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ക്ലീനിങ് ആണ്. അപ്പോൾ എല്ലാ ബാറ്ററും ഒരുമിച്ച് ചെയ്തെടുത്തതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ട് കിടക്കാണ് നമ്മുടെ ടേബിളെല്ലാം. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷമാണ് പിന്നീട് ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴേക്കും നമുക്കൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു വന്ന ആ ഒരു ടൈമിൽ തന്നെ. ഈ ഒരു തിരക്കിൻ്റെ ഇടയിലും ഞാനിത് പെട്ടെന്ന് തന്നെ അൺബോക്സ് ചെയ്ത് നോക്കി. അപ്പോൾ 200K ആയതിൻ്റെ സന്തോഷത്തിൽ എനിക്ക് ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മിനി ഇൻസ്റ്റൻറ്റ് ക്യാമറ. കുറേ കാലമായിട്ട് ഞാൻ മേടിക്കണമെന്ന് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു, പക്ഷെ മേടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഭയങ്കരമായിട്ട് ഹാപ്പിയായി. അങ്ങനെ ഇത് നമ്മുടെ എല്ലാ കേക്കും ഇവിടെ ബേക്ക് ചെയ്തിട്ട് ചൂടെല്ലാം മാറാനായിട്ട് ഇവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 kgയുടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് ജാർ കേക്ക്സ്, കേക്ക് പോപ്സ്, കേക്ക് സിക്കിൾസ് അതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് 1 kgയുടെ കേക്ക് ടിന്നിൽ, അതായത് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ 10 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ 2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റും 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിൽ നമ്മൾ 2 ടയറിനായിട്ടുമാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 ടയറിനായിട്ട് എടുത്തിട്ടുള്ള കേക്ക് ടിന്നിൻ്റെ സൈസ് വന്നിട്ട് 9 ഇഞ്ചും അതുപോലെ തന്നെ മുകളിലായിട്ടുള്ള ടയറിൽ വരുന്നത് 6 ഇഞ്ചും അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടയറിനൊക്കെ എടുക്കുമ്പോൾ മിനിമം ഒരു 2 ഇഞ്ചെങ്കിലും ഡിഫറൻസ് ഉള്ള കേക്ക് ടിന്ന് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. എന്നാലാണ് ഒരു ഭംഗിയിൽ നമുക്ക് ആ ഒരു കേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ കേക്കിൻ്റെ ചൂടെല്ലാം മാറിയതിന് ശേഷം ഞാനിവിടെ ലെയർ ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ലേ, കേക്ക് മുഴുവനായിട്ട് ചൂടെല്ലാം മാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് കട്ട് ചെയ്തെടുത്ത് മാറ്റാനായിട്ട് പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ കേക്ക് പൊടിഞ്ഞു പോരും. അങ്ങനെ എല്ലാ കേക്കും ഞാനിവിടെ ലെയർ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേക്ക് സിക്കിൾസും കേക്ക് പോപ്സും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കപ്പ് കേക്ക്സിനായിട്ടുള്ള ജാർ കേക്ക്സിനായിട്ടുള്ള കേക്കും ഇവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉമ്മ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് തരുന്നുണ്ട് ഉമ്മ അവിടെ ഇരുന്നിട്ട്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും എല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പം ഇങ്ങനെ പാർട്ടി ഓർഡറൊക്കെ ഉണ്ടാകുമ്പോൾ തലേ ദിവസം തന്നെ ജാർ കേക്കും അതേപോലെ തന്നെ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും എല്ലാം ഞാൻ റെഡിയാക്കി വെക്കും. റെഡിയാക്കി വെച്ചിട്ട് ഞാനത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിലായിട്ട് അത് ഫ്രിഡ്ജിൽ അങ്ങ് വെച്ച് കൊടുക്കലാണ്. നമുക്ക് കുറച്ച് ദിവസം മുമ്പ് ഇങ്ങനെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് ഫ്രിഡ്ജിൽ എത്ര ദിവസം വരെ സ്റ്റോർ ചെയ്യാമെന്നൊക്കെ. ഒരു 3 ദിവസം വരെയൊക്കെ നമുക്ക് കേക്ക് സിക്കിൾസ് എല്ലാം നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും ഇവിടെ വൈറ്റ് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്തെടുക്കുന്ന ഒരു സമയം കൊണ്ട് ഉമ്മ അവിടെ എനിക്ക് ക്രീം ബീറ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം എപ്പോഴും ഇതേപോലെ കുറേ ഓർഡേഴ്സ് ഒക്കെ ഉണ്ടാകുമ്പം ക്രം കോട്ട് ചെയ്തെടുക്കാനുള്ള ക്രീം ആദ്യമേ ബീറ്റ് ചെയ്തെടുക്കും. എന്നിട്ട് എല്ലാ കേക്കും ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് മെയിൻ ആയിട്ടുള്ള കോട്ടിങ്ങിനുള്ള കേക്ക് ചെയ്തെടുക്കാറ്. അപ്പോൾ ക്രം കോട്ടിനുള്ള ക്രീം ഉമ്മ അവിടെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കേക്ക് പോപ്സും കേക്ക് സിക്കിൾസും എല്ലാം ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പോൾ കേക്ക്സിക്കിൾസ് ഞാനിവിടെ 2 തവണയായിട്ട് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക്സിക്കിൾസ് അല്ല, കേക്ക് പോപ്സും. അപ്പോൾ ഒരു തവണ കോട്ട് ചെയ്തിട്ട് അത് ഡ്രൈ ആയതിനു ശേഷം സെക്കൻഡ് തവണയും കോട്ട് ചെയ്തിട്ട് നമ്മുടെ കേക്ക് പോപ്സും കേക്ക്സിക്കിൾസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഫോണ്ടന്റ് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എല്ലാം ക്രം കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാ കേക്കും ഞാനിവിടെ ക്രം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 എണ്ണം നമ്മുടെ 2 ടയറിനായിട്ടുള്ളതും ഒരെണ്ണം നമ്മുടെ 2 kg വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റിനായിട്ടുള്ളതാണ് ഈ കേക്ക്സ് എല്ലാം. അപ്പോൾ ഈ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം മെയിനായിട്ടുള്ള കോട്ടിങ് എല്ലാം ചെയ്തതിന് ശേഷമാണ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു ഇതെല്ലാം ചെയ്തെടുക്കുമ്പോൾ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, വളരെ ലേറ്റ് ആയിട്ടാണ്, അതായത് ഒരു 7 മണിക്കായിരുന്നു ഞാനിത് ബേക്ക് ചെയ്യാൻ നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 മണിയായിട്ടുണ്ട് അന്ന് ഉറങ്ങാൻ തന്നെ. അപ്പോൾ മെയിനായിട്ടുള്ള കോട്ടിംഗ് ഒന്നും വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ മെയിനായിട്ടുള്ള കോട്ടിംഗ് കഴിഞ്ഞ ശേഷം പിന്നീട് കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം ഏർലി മോർണിംഗ് എഴുന്നേറ്റ് ഷോപ്പിലേക്ക് പോകാനുണ്ടായത്. ഷോപ്പിലേക്ക് പോയിട്ട് നമുക്ക് ഫോട്ടോ പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു. പിന്നെ പൊന്നാനിയിൽ CV ജംഗ്ഷനിൽ സെൻട്രലായിട്ട് തന്നെ കുറ്റിപ്പുറം ഹൈവേ ആ ഒരു റോട്ടിലാണ് ഈ ഒരു ഷോപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് മാത്രമല്ല, വേറെ ഷോപ്പിൽ നിന്ന് ഞാൻ പ്രൊഡക്ട്സ് പർച്ചേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ പൊന്നാനിയിൽ ഞാൻ ആദ്യം ഫോട്ടോ പ്രിൻ്റ് എടുത്തിരുന്നത് ഷുഗർ പേസ്റ്റ് ഇല്ലേ, അതായിരുന്നു. അപ്പോൾ ഷുഗറിൻ്റെ പ്രിൻ്റ് അങ്ങനെ തന്നെ തോന്നുന്നു പറയുക, ഫോട്ടോ പ്രിൻ്റ്. അത് കുറച്ചും കൂടി റിസ്ക്കിയാണ്. ഇവിടെ നമുക്ക് വേഫറിൻ്റെ പ്രിൻറ്റിങ് കിട്ടും. അപ്പോൾ വേഫർ പ്രിൻറ്റിങ് എടുത്തതിന് ശേഷം പിന്നീട് ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ വേഫർ പ്രിൻ്റ് ആകുമ്പം നമുക്ക് അത്രയും റിസ്ക് ഇല്ല. ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് കേക്കിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒട്ടും റിസ്ക് ഇല്ല, വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കേക്ക് നന്നായിട്ട് ഫ്രീസ് ആയിരിക്കണം, നന്നായിട്ട് തണുപ്പുണ്ടായിരിക്കണം. തണുപ്പുള്ള കേക്കിൻ്റെ മുകളിൽ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു പ്രിൻ്റ് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു പ്രിൻ്റ് കൂടാതെ നമ്മൾ മിന്നി മൗസിൻ്റെ പ്രിൻ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രിൻ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഒരു പിങ്ക് കളറ് പൈപ്പിംഗ് ബാഗിലാക്കി, പിങ്ക് ആൻഡ് റെഡ് കളർ മിക്സ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു കളർ കിട്ടുക. അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് റോസറ്റ് നോസിൽ വെച്ചിട്ട് ഇതേപോലെ റൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 kg വെയിറ്റ് വരുന്ന ഫോട്ടോ പ്രിൻ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ വെക്കുന്നതിന് നമുക്ക് 250-300 വരെ നമുക്ക് ചാർജ് ചെയ്യാം. അപ്പോൾ ഈ കേക്ക് റെഡിയാക്കി എടുത്തതിന് ശേഷം പിന്നീട് ഫോണ്ടൻ്റ് വർക്കിലോട്ട് നിന്നു. അപ്പോൾ ഫോണ്ടൻറ്റിൽ CMC പൗഡർ കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ CMC പൗഡർ മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഫോണ്ടൻ്റ് ഇത്തിരി ഹാർഡായിട്ട് നിൽക്കാനും, ഇപ്പം നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാലും ഫോണ്ടൻ്റ് നമ്മൾ CMC ചേർക്കാതെയാണ് യൂസ് ചെയ്തത് എങ്കിൽ അതങ്ങ് മെൽറ്റായി ഇങ്ങനെ ഒലിച്ചിറങ്ങി പോകും. അപ്പോൾ ഫോണ്ടൻറ്റിന് തണുപ്പ് പാടില്ല, റൂം ടെമ്പറേച്ചറിലായിരിക്കണം ഫോണ്ടൻ്റ് എപ്പോഴും. അപ്പം നമ്മൾ കസ്റ്റമർ വരുന്ന ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ കേക്കിൽ ഇത് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതിയാവും. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഫോണ്ടൻ്റ് ഡെക്കറേഷൻ എല്ലാം കേക്കിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പം, കേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമല്ലോ, അപ്പോൾ നമ്മുടെ ഫോണ്ടൻ്റ് മെൽറ്റായിട്ട് അങ്ങ് പോകും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്പെല്ലിംഗ് ഒക്കെ വെക്കുന്നത് താഴേക്ക് ഒലിച്ചിറങ്ങി വരുന്നു എന്നൊക്കെ. ഇതാണ് റീസൺ. CMC പൗഡർ കറക്റ്റായിട്ട് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ടൈലോസ് പൗഡർ ഉണ്ട്, ഞാൻ CMC പൗഡറാണ് യൂസ് ചെയ്യല്ലേ. അപ്പോൾ നമുക്ക് കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ഉണ്ട്, അതെല്ലാം നമുക്കങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഇങ്ങനെ ബ്ലോക്ക് ആക്കിയിട്ട് നമ്മൾ വേറെയും കുറേ കേക്ക് ഡെക്കറേഷനിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ബ്ലോക്സ് ആക്കിയിട്ട് പേരെഴുതുന്നത്. അപ്പോൾ ഇങ്ങനെ പേരെഴുതാൻ വേണ്ടി ഇങ്ങനെ റെഡിയാക്കിയിട്ട് അവസാനം എനിക്കത് വെക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ കേക്കിന് അത്രയും ലുക്ക് മതി എന്ന് എനിക്ക് തോന്നി. പിന്നെ ഇത് വെക്കാനുള്ള സ്പേസും നമുക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ്റെ അവസാനം നിങ്ങൾക്കത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പ്, അതുപോലെ തന്നെ മിന്നി മൗസിൻ്റെ ഷേപ്പ് കൂടി നമുക്ക് ആക്കിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫോട്ടോ പ്രിൻ്റ് എടുത്തതാണ്. ഫോട്ടോ പ്രിൻ്റ് എടുത്തതിന് ശേഷം നമ്മുടെ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് മാറ്റുകയാണ്. അപ്പം ഞാൻ ആദ്യം കരുതിയത് ഫോണ്ടൻറ്റ് വെച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് മിന്നി മൗസിനെ റെഡിയാക്കി എടുക്കാമെന്നാണ്. പക്ഷെ അത് ഒന്നും കൂടെ പെർഫെക്ഷൻ കിട്ടില്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് മിന്നി മൗസിൻ്റെ ഷേപ്പ് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ പിന്നീട് ചെയ്തത് വേഫർ പ്രിൻ്റ് എടുത്തിട്ട് മിന്നി മൗസിൻ്റെ വേഫർ പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒട്ടിച്ചെടുക്കുകയാണ് ഉണ്ടായത്.
അപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ കേക്ക് ഉണ്ടല്ലോ, ഫോട്ടോ പ്രിൻ്റ് കേക്ക്, അത് ഡെലിവറി ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. അത് കൊടുത്തതിന് ശേഷം പിന്നീട് ഒരു 1:30 ആകുമ്പോഴേക്കും ഞാൻ ഇവിടെ നമ്മുടെ ട്യൂട്ടർ കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 3 മണിക്കായിരുന്നു അവർ ഡെലിവറി അവർക്ക് കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ 1:30 ആകുമ്പോൾ തന്നെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇപ്പോൾ 1:30ക്ക് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ 2:15 ആകും ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് കഴിയാനായിട്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ എടുപ്പും വീഡിയോ എടുപ്പും എല്ലാം കഴിയുമ്പോഴത്തേന് ഏകദേശം ആ ഒരു സമയമാവും. എന്തായാലും കറക്റ്റ് സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു. അവർ 3 മണിന്ന് പറഞ്ഞെങ്കിൽ കൂടി അതിന് മുൻപ് തന്നെ ആയിട്ട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം 1:30ക്ക് നിന്നത് എത്രയോ നന്നായി എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ഇതേ നമ്മുടെ കേക്ക് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് അങ്ങ് സ്റ്റാക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ താഴെ നമ്മൾ സ്ക്യൂർ വെച്ചിട്ടുണ്ട്, കുറച്ചധികം തന്നെ വെച്ചിട്ടുണ്ട്. കാരണം മുകളിലുള്ള കേക്ക് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അത് നമ്മൾ വെച്ച് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറേ ട്യൂട്ടോറിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്തിട്ട് കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മുടെ കേക്കിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടായിരുന്നു. അത് നമുക്ക് ബ്രഷ് വെച്ചിട്ട് നീക്കാം. അപ്പോൾ താഴെയുള്ള റെഡ് കളറിൽ കിട്ടിയത് ഞാൻ എയർ ബ്രഷിങ് ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയും ഡാർക്കായിട്ടുള്ള റെഡ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ റെഡ് ഫോണ്ടൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ സൈഡിൽ ബോർഡർ പോലെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ബോ വെക്കാനായിട്ട് പറ്റാത്തതിൻ്റെ പേരിൽ ആ റെഡ് ഫോണ്ടൻ്റ് ഒരല്പം നീക്കിയതിന് ശേഷം ആണ് ബോ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇൻസേർട്ട് ചെയ്തിട്ട് ഇതേപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ബോ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച മിന്നി മൗസിൻ്റെ ഷേപ്പിൻ്റെ മുകളിലായിട്ട് വേഫർ പ്രിൻറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലായിട്ട് അങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം വെച്ചതിന് ശേഷം ഞാൻ കേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കുന്നില്ല കേട്ടോ. ഇങ്ങനെയെല്ലാം ചെയ്തതിന് ശേഷം നേരെ കസ്റ്റമറിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ഫോണ്ടൻ്റ് വർക്കുള്ള കേക്കും ഞാൻ അങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കാറ്. അപ്പോൾ സൈവ മറിയം എന്നായിരുന്നു നമുക്ക് എഴുതാനുണ്ടായിരുന്നത്. അപ്പോൾ സൈവ എന്ന് എഴുതിയതിന് ശേഷം മറിയം താഴെ വെക്കാനായിരുന്നു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ബോ വന്നതിൻ്റെ പേരിൽ നമുക്കത് വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ നമ്മുടെ കേക്ക് ബോർഡും നമ്മൾ 2 kg ബേസ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് സ്റ്റിക്കെല്ലാം വെച്ചിട്ട് അത് വെക്കാം, പക്ഷേ ആ ഒരു പെർഫെക്ഷൻ കിട്ടില്ല ആ ഒരു കേക്കിന്. അപ്പോൾ ഞാൻ കസ്റ്റമറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ ഓക്കെ ആയിരുന്നു അത്. പിന്നെ സൈവാന്ന് വെക്കുമ്പോൾ തന്നെ നമ്മുടെ ഫോണ്ടിൻ്റെ കറക്റ്റ് അല്ലായിരുന്നു വെച്ചത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നീക്കിയിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പേര് വെച്ച് കൊടുത്തതിന് ശേഷം പിന്നീട് കേക്കിൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് നമുക്ക് ടോപ്പർ വെച്ച് കൊടുക്കണം. അപ്പോൾ ഒരു ബോയും അതുപോലെ തന്നെ ബ്ലാക്ക് കളറിൽ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. 1 എന്നുള്ള ടോപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ടോപ്പർ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ആയിരുന്നു, ഇതെവിടെയാണ് ടോപ്പർ വെക്കുക കറക്റ്റായിട്ട്. ഈ 1 എന്നുള്ള ടോപ്പർ ഫ്രണ്ടിൽ വരുന്നതിൻ്റെ പേരിൽ ഇതെവിടെ വെക്കാമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് വെച്ച് നോക്കി, പക്ഷേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഈ സൈഡിൽ വെച്ചപ്പോഴും. അപ്പോൾ ഞാൻ സെൻറ്ററിലായിട്ട് സ്ക്യൂവർ ഇൻസേർട്ട് ചെയ്യാൻ മറന്നുപോയി. ഒരു വലിയൊരു സ്ക്യൂവർ കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെയായിരുന്നു ആദ്യം ഹാപ്പി ബർത്ത്ഡേ ടോപ്പർ വെച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ എനിക്ക് തീരെ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു. അതിനുശേഷം പിന്നീട് ഞാൻ ആ ടോപ്പർ എടുത്തിട്ട് അങ്ങ് മുകളിലായിട്ട് അങ്ങ് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ കണ്ടില്ലേ, കേക്ക് ടോപ്പർ ഞാൻ ഏറ്റവും മുകളിലായിട്ടാണ് അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു സ്റ്റിക്ക് അതുമായിട്ട് ജോയിൻ ചെയ്തിട്ട് അങ്ങ് മുകളിലായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ കേക്ക് വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു കേക്കിന് കുറേ നല്ല നല്ല കമൻറ്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിൻ്റെ റീൽസ് ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറേ റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്